ഹലോ, നമസ്കാരം. അങ്ങനെ ഞങ്ങൾ വണ്ടി പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൃച്ചങ്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണാർക്കാടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ മുതലാളിയുടെ ഫോർച്യൂണറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂരിൽ നിന്ന് വണ്ടിക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. കാക്ക നോക്കി കയറിക്കോളി. അവത്തുക്കുട്ടി ഇറക്കണായാലും റോട്ടുക്കുട്ടി ഇറന്നാലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണാർക്കാടുണ്ട്, കുന്തിപ്പുഴ പുഴൻ്റെ അടുത്തുണ്ട്. ഇതാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ. വെള്ളമൊക്കെ കമ്മി കേട്ടോ. ഈ മണ്ണാർക്കാട് നീണ്ടൊരു ടൗണാണ്. ഭയങ്കര ബ്ലോക്കാണ്. പെട്ടെന്നൊന്നും പാസ്സായാലും പോലൊന്നും നടക്കൂല. ഒരു 6 കിലോമീറ്റർ 5-6 കിലോമീറ്റർ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. ഇതാണ് നമ്മളെ താടിക്കാരൻ മുതലാളി. താടിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഫോർച്യൂണറാണ്. ഇനി വേറൊരു ഇന്നോവ ഉണ്ട് അവിടെ ഓരോ വീട്ടിൽ. പിന്നെ ഈ വണ്ടീൻ്റെ നമ്പർ 979 ആണ്. പിന്നെ ലോറിൻ്റെ നമ്പറും 979 ആണ്. ബൈക്കുണ്ട്, കുറേ 4-5 ബൈക്കുണ്ട്. അതിനൊക്കെ 979 ആണ്. പിന്നെ ഒരു വിറ്റർ ലോറി ഉണ്ട്, അതിൻ്റെ 979 ആണ്. നമ്മളെ വണ്ടി പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. അത് കാരണം വേറെ നമ്പറാണ് കിട്ടിയത്. മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് നീണ്ടൊരു ടൗണാണ്. എപ്പോഴും ബ്ലോക്കാണ്. ഏത് നേരത്ത് വന്നാലും, ഇനി രാത്രി വന്നാലും ബ്ലോക്കാണ്. എന്താണെന്നറിയില്ല. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിടിക്കുന്ന അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ട് 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ യാത്രയിലാണ്. കോയമ്പത്തൂർ ഉക്കട എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉക്കടൊന്നും ഇപ്പോൾ പഴയ ഉക്കടല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇറങ്ങേണ്ടി വരും. എന്താ ഉക്കട ലെഫ്റ്റ്. പഴയ ഓർമ്മയും വെച്ച് വന്നാലേ ആകെ നട്ടം തിരിക്കും അല്ലേ. ഉക്കടൊക്കെ ആകെ മാറി ഇതേക്കണ. ആകെ പുരോഗമനാണോ. വെട്ടപ്പാളയം, പൊള്ളാച്ചി, തൃച്ചി റെയിൽവേ സ്റ്റേഷൻ, ഗാന്ധിപുരം. പായി കയറിന്റെ ഒക്കെ ഏരിയാണിത്. ലോറിക്ക് ദാർപ്പായി കയറൊക്കെ വേണ്ടത് ഇവിടെ വരിക. ഉക്കടം. അങ്ങനെ ഉക്കടം മാർക്കറ്റാണിത്. വണ്ടിയുടെ എല്ലാവിധ പഴയതും പുതിയതും എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ഉക്കടം മാർക്കറ്റ് എന്ന് പറയും. പൊളി മാർക്കറ്റാണ്. ഫ്രഷാണ്. എല്ലാം കിട്ടും ഇവിടെ. അങ്ങനെ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിലാണ്. വണ്ടിയുടെ പൊളി മാർക്കറ്റിലാണ് ഉള്ളത്. ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പുതിയത് വാങ്ങണത് പഴയത് വാങ്ങണം ഒരേ മാതിരിയാണ്. പേരും പൈസ പറയുന്നത്. പുതിയത് വാങ്ങാൻ അതിലാറും അഭിപ്രായം നല്ലത്. നാട്ടിൽ ആ ഏരിയയിൽ 250 ഉറുപ്പിക, ഇവിടെ 300 ഉറുപ്പിക. എൻ്റെ ഇപ്പം എന്താ അതായത് കാര്യം. പെരും വിലയാണ് ഇവിടെ. സാധനങ്ങൾക്കൊക്കെ പെരും വില. എല്ലാം കിട്ടും. എന്ത് വാങ്ങാത്തവരും ഇവിടെ കിട്ടും. പക്ഷെ വില അന്വേഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു ബമ്പർ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ ലോറിൻ്റെ ഫ്രണ്ടിക്ക്. അപ്പോൾ അതിന് 6500 ഉറുപ്പിക പറയുന്നത്. നമ്മളിവിടെ സെക്കൻഡ് ഹാൻഡ് കിട്ടും. 2000-3000 കിട്ടും കരുതി വന്നതാണ്. അപ്പോൾ അത് നടക്കൂല. 6000-6500 ഉറുപ്പിക പറയുന്നത്. ഇതൊക്കെ ഓരോ ബിറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിലാണ്. മൗലാന മുഹമ്മദ് പൊളി മാർക്കറ്റ് എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചത്. കൊമ്പർ ഏത് വേണേലും ഇവിടെ കിട്ടും. കായ് വേണം. നല്ല കായ് നടക്കും.
എല്ലാരും എടുത്തുക്കണേ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്. ബൈക്കുകളാണ് ഈ കിടക്കുന്നത്. ബൈക്കിന്റെ എന്ത് സാധനം, ആ ലൈവില് റിമ്മ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു കടൻ്റെ ഫോൺ നമ്പർ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് വിളിച്ചു ചോദിച്ചാൽ മതി, സ്ഥലം അറിയാനും ഇതിനൊക്കെ. ഇതൊരു ലോകമാണ് കേട്ടോ. ഇവിടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ കോടാനിക്കോടി റുപ്യേൻ്റെ മുതലിവിടെ കിടക്കുന്നുണ്ട്, പഴയതും പുതിയതൊക്കെ ആയിട്ട്. സ്റ്റാൾ നമ്പർ 116 അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ. ഓരോരോ ലൈറ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി അടിപൊളി മോഡൽ ലൈറ്റുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ കാർ സ്റ്റീരിയോ അങ്ങനത്തെ കുറച്ച് സബ് ബൂഫർ എല്ലാം ഉണ്ട്. ലൈറ്റുകളാണിത്. കോയമ്പത്തൂരാണിത്, കോയമ്പത്തൂർ. ഓരോ വണ്ടികൾ നാട്ടിൽ നിന്ന് പൊളിച്ചാൽ വരുന്ന കേട്ടോ. ഇതൊക്കെ ഇതൊക്കെയാണ് സംഗതികൾ ഇവിടുത്തെ. ഇവിടെ നിന്ന് സാധനം എടുക്കണ പോലൊക്കെ ഉണ്ടാവും. ടയർ വേണമെങ്കിൽ അതങ്ങനെ, വണ്ടിയുടെ സീറ്റ് വേണമെങ്കിൽ അതങ്ങനെ, ഡ്രൈവർ സീറ്റ് വേണോ, ചാരി സീറ്റ് വേണോ, ഏത് സീറ്റ് വേണോ ഒക്കെ ഇവിടെ ഉണ്ട്. കേരള ബൈക്കുകളാണ് ഈ കിടക്കുന്നത്. ബൈക്കുകൾ, ഹാൻഡിൽ, ചോക്ക് ഓപ്സർ, സൈലൻസർ. നമ്മളെ നാട്ടിലെ അമ്പലത്തിനടക്കം ആലുമരം ഉണ്ടല്ലോ, ആലുമരത്തുമ്പോൾ ഉണ്ടാവും ഈ വവ്വാല്. അതേമാതിരിയാണ് വവ്വാല്. ബ്രേക്ക് ലൈറ്റുകൾ, ചെങ്ങലകൾ, ക്രെയിന്, ജാക്കി, ചെങ്ങലാണ് ഈ കിടക്കുന്നുണ്ടോ. ഒരു ലോകമാണ് വണ്ടിയുടെ. ചെങ്ങലയാണ് ഈ കിടക്കുന്നത്, ചെങ്ങല. ഇതൊക്കെ ഓരോ പീസിന് ആയിരങ്ങൾ വിലയാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കോടാനിക്കോടി റുപ്യൻ്റെ മുതലാണ് ഈ കിടക്കുന്നത്. ഓരോ പീസിന് 500, 1000, 2000, 1500. ടാങ്ക് വേണോ, ടാങ്ക് எல்லாமே இருக்குங்க. ഇതാണ് ബമ്പറുകൾ. ബെന്താക്കാനേ കാരണം പണി. സ്ട്രൈറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ആക്കാനേ കുഴപ്പമുണ്ടാവില്ല. ഓ ചെറിയ സാധാ, അതല്ല പ്രശ്നം. നമ്മളെ സൗകര്യത്തിന് ഓർക്ക് പറ്റൂല. ഇത്ര 100 റുപ്യാണ് കിടക്കണല്ലേ. ഇതൊക്കെ സെയിലാക്കാണിണ്ടല്ലോ. കൊടികളാണ്. ടയർ വേണോ ടയർ, റിമ്മ് വേണോ റിമ്മ്, ഡിസ്ക് വേണോ ഡിസ്ക്, ചോക്ക് ഓപ്സർ വേണോ ചോക്ക് ഓപ്സർ. ഇതൊക്കെ ചോക്ക് ഓപ്സറുകളാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലോകത്ത് ഒരു ചെറിയൊരു ഇടവഴിക്ക് ഞങ്ങൾ പോന്നിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് ഇടവഴികൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ കോലം. ഇവിടെ കാണാത്തവര് കണ്ടോളി, അല്ലാത്തവര് വരുന്നവരും പോണവരൊക്കെ കണ്ടോളി. ഞങ്ങളൊരു പമ്പർ വാങ്ങാൻ വേണ്ടി വന്നതാണ്, വണ്ടി മതി ലോറിൻ്റെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി. അപ്പോൾ നോക്കുമ്പോൾ അതിന് 6500 റുപ്യൊക്കെ പറയുന്നത്.
അത് പുതിയതേ കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. ബൈക്ക് പാർക്കിംഗ് സ്ഥലമാണ് പുളി മാർക്കറ്റിൻ്റെ. ഇനി നമുക്ക് ദാർപ്പായ നോക്കണം. അപ്പം നമ്മൾ വന്ന പരിപാടി ഏതായാലും നടന്നില്ല. അത് പെരും വില പറയുന്നത്. അപ്പം ഇനി നമ്മൾ ദാർപ്പായ വേണം വണ്ടിക്ക്. എനിക്കല്ല, നമ്മളൊരു കൂട്ടുകാരന് വേണം. അപ്പോൾ അതൊന്ന് വില അന്വേഷിക്കുക. മധുരക്കോച്ചിൻ്റെ പായ വേണം. അതൊക്കെ ഓരോ കടകളാട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പായിൻ്റെ കടയിലാണ്. 40-30 இருந்தால் நல்லா இருக்கலண்ணா. எந்த ஹைட்டிலோடு ஏற்றாலும் பரவாயில்ல, கம்மியாக இருக்காது. வண்டி 26 அடி தான் வரும். 1600 ஸ்கொயர் ஃபீட்டா? 17,400 അല്ലേ? 40-30. അത് മധുര കോച്ച് ഒറിജിനൽ വരുമോ? ഒറിജിനൽ പായ ഇരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് വരും. HTPல வேணாலும் HTPல இருக்கு. ஒரு சொட்டு தண்ணி இறங்காது. 2 வருஷம் வாரண்டி இருக்கு. അതേത്? അപ്പോൾ നമ്മൾ ദാർപ്പായി ഒന്ന് നോക്കാം. ദാർപ്പായി വേണം. ദാർപ്പായിക്ക് എന്താ വില നോക്കാം. സേലം റോഡാണ്, സേലം. അങ്ങോട്ട് പോയാൽ കോയമ്പത്തൂർ, ഇങ്ങോട്ട് പോയാൽ സേലം. ചായ പിടിക്കാൻ നിർത്തിയതാണ്. ചില്ലിയാണ്, കാലൻ ചില്ലി, ഗോപി മഞ്ചൂരി. വലിയൊരു ബേക്കറിയാണ്, നല്ല കച്ചവടമാണ്. ഇതേമാതിരി ഒരു കച്ചവടം പോലെ റോഡ് സൈഡിലുണ്ടെങ്കിൽ എങ്ങോട്ടും പോകണ്ട. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കഴിക്കുമോ? അതാണ് നമ്മളെ ഫോർച്യൂണർ കേട്ടോ. ഇതിലാണ് നമ്മളെ യാത്ര. മുതലാളിമാരുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ പെയിൻറ്റിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പെയിൻറ്റിങ്. ഇതാണ് തൃച്ചങ്കോട് പാളീസ് പെയിൻറ് എന്ന് പറയും. പാളീസിൻ്റെ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ കേരള വണ്ടികളാണ് നിൽക്കുന്നത്. ഇത് പണി കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ഫുള്ള് കേരള വണ്ടി. തമിഴ്നാട് വണ്ടി ഉണ്ട്. തമിഴ്നാടിൻ്റെ ദേശീയ ചിഹ്നമാണിത്. ഏതൊരു വണ്ടിയുടെ മൂട്ടിലും കാണുന്ന ഒരു ചിഹ്നമാണ്. ഇത് നമുക്ക് മാറ്റണം. പുലിയാണ്, പുലി. ഞാനൊരു കൊമ്പും മീസും തിരക്കും, കണ്ണൊക്കെ ഇട്ട് കണ്ട്. ഈ പുലി ഇതേമാതിരി നമ്മളെ വണ്ടിൻ്റെ ബാക്കാവും. AIP സൈഡ് ഓഫ് ദ റോഡ്. അവിടെ പോയിക്കാ ഒലിവാ ഓരോ ആർട്ടിസ്റ്റ് മെയിന്. ഇനി ഗ്ലാസുകൾ കൊടുക്കാനുണ്ട്, ബീഡിങ്ങുകൾ കൊടുക്കാനുണ്ട്.
സമയം 6:30 മണിയായിട്ടുള്ളൂ, 7 മണിയായിട്ടുള്ളൂ. പണി തുടങ്ങി. ഇതാണിപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ കോലം വണ്ടിൻ്റെ. ഇനി സ്റ്റിക്കറുകൾ വരാണ്ട്, ലൈറ്റുകൾ വരാണ്ട്, ഒരുപാട് പണികൾ വരാനുണ്ട്. അല്ലറ ഇല്ലറ ചില്ലറ പണികൾ. ഈ ആർട്ടിസ്റ്റ് ബേബി ഇപ്പോൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഡിസ്കിന് പെയിൻ്റ് അടിക്കാണ്ട്, ടച്ചപ്പുകളുണ്ട്. വണ്ടികൾ എത്ര, ഒക്കെ ഒരു വണ്ടിക്ക് ഒരു 25,000 റുപ്യ വെച്ചുകൊണ്ട് പൈസ. ഇതൊക്കെയാണ് പെയിന്റിങ് വർക്കുകൾ, ഓരോരോ കലകൾ. എല്ലാത്തിനും ഓരോ അച്ചുകളാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടിട്ടാണ് ഇപ്പോൾ അടിച്ചത്. ഇത്രയാണ് നേരം മുടിച്ചെന്നറിയാം. ഡീസൽ അങ്ങനെ കഴിച്ചു. നമ്മളെ നാട്ടിലൊക്കെ പിന്നെ കംപ്രസർ പോലെ തന്നെ കാണും. ഇവിടെ പിന്നെ വണ്ടിക്കാര നേരം. അങ്ങനെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആന്ധ്രയിലാണ് നിൽക്കുന്നത്. ഇനി ഇതാ മഹാരാഷ്ട്രയ്ക്ക് കയറാൻ പോവാണ്. മഹാരാഷ്ട്ര ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്രയാണ്. അപ്പം നമ്മൾ നേരെ പോണ്ടിച്ചേരിക്ക് അടിക്കണേ. പോണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോണ്ടിച്ചേരി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് നേരെ ഗുജറാത്തേക്ക് പോയിട്ടാണ്. ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഡൽഹി വരാണ്ട് MP, UP, രാജസ്ഥാൻ, അങ്ങനെ നമ്മൾ നേരെ ഡൽഹിക്ക് ചാടിക്കുന്നത്. ഇപ്പൊ ഡൽഹിയിലാണ് ഇപ്പൊ നമ്മൾ കേട്ടോ. ഇപ്പൊ ഡൽഹിയിലാണ്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിൽ ഓടിക്കൊണ്ട് കിടപ്പോ. ഡൽഹിയിലൊക്കെ ഉണ്ട്. ഡൽഹി ആദ്യമുണ്ട്, ഇപ്പൊ ഉത്തർപ്രദേശിലായി. ഉത്തർപ്രദേശിലാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കേരളത്തിലെത്തി. ഇപ്പുറത്തെ പോലെ കേരളമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടി നമ്പറാണത് KL 02BG 779. என்னண்ணா அതൊക്കെ இல்லை, ரோங்கு போட்டிருக்கு, கரெக்டே இல்லைல்ல. അങ്ങനെ ലാസ്റ്റ് ഫിനിഷ് വർക്കിലാണ്. ഓരോരോ പണികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടയറിനെ കുളിപ്പിച്ചാണ്. വൃത്തിയില്ല അവല പെയിന്റ്, അതായത് ആകെ ഭാരി തേക്കാണ്. നമ്പർ വെട്ടിയതൊരു സ്റ്റൈലില്ല അല്ലേ? നമ്പർ ഒരാളൊക്കെ കിട്ടുന്നില്ല. അങ്ങനെ നമ്മളെ ലൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രീഷ്യന്മാരാണിത്. 3 ആളുണ്ടാവും. നമ്മളെ നാട്ടിലത്തെ മാതിരി ഒരാളൊന്നല്ല. പെട്ടെന്ന് പരിപാടി വെച്ച് പോകാം. വണ്ടി പെയിന്റ് ഷോപ്പിൽ പുറത്തിറക്കി. ഈ ലൈറ്റിൻ്റെ വർക്ക്, കുറച്ച് ലൈറ്റുകളൊക്കെ വാങ്ങി, വയറ്, സ്ലീവ് ഇതൊക്കെ പറഞ്ഞ് ഒക്കെ പെയിന്റ് മാറിയിട്ട് ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒക്കെ തുടച്ചാൽ മതി. ഒക്കെ മാറ്റാണ്. പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഓരോന്നോരോന്നും. ഇനി ഇതിന് ഗ്ലാസ് കൊടുക്കാണ്ട്. ഫിനാസ് ഭായി, ഇതാണ് അവൻ്റെ സെഡ്. ഇതാ അപ്പോൾ ഇവിടെ 4 വണ്ടി ഇവിടെ പുറത്തുണ്ട്. ഈ ട്രാക്ടറുകാരൻ വരും, ഇവിടെ നിർത്തി കൊടുത്താൽ ടയറ് കാര്യങ്ങളൊക്കെ കഴിച്ചു കാണ്ട്
പെയിൻ്റ് അടുപ്പിച്ചും. അവിടെ 2 വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടിയുണ്ട്. ഇനി 2 ഇപ്പോൾ അപ്പുറത്ത് ബോഡി വർഷാപ്പൊക്കെ പോയിക്കണ്. 5-8 വണ്ടിയുള്ളൂ. ഇവിടെ ഒരു 10, 18, 20 വണ്ടിയൊക്കെ ഉണ്ടാകുന്നതാണ്. വണ്ടി കമ്മിയുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ പണിയാണ് കൊടുക്കുക. ഇതാണ്ടെങ്കിൽ സ്റ്റിക്കർ വർക്കാണ് ഇപ്പം അവിടെ ഇലക്ട്രീഷ്യനാണ് നടക്കുന്നത്. ഇത് ടയർ കഴിച്ച ആൾ. ഇനി നമ്മൾ മെക്കാനിക്ക് വേണമെങ്കിൽ മെക്കാനിക്ക് അവിടെ വരും, പഞ്ചറടക്കാരൻ വരും, എല്ലാവരും ഇവിടെ എത്തും. നമ്മൾ എവിടേക്കും പോകണ്ട, വണ്ടി ഭാഗത്ത് നിർത്തി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കർ വർക്കും അതുപോലെ ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഗ്ലാസ് കൊടുക്കാണ്ട് ഇവിടെ. ഗ്ലാസ്, മെയിൻ ഗ്ലാസ്, ക്വാർട്ടർ ഗ്ലാസ്, വീൽ കപ്പ് ഇതൊക്കെ ഇടാനുണ്ട്. ഇവിടെ ഉള്ള സുഖം അതാണ്, ഒരു ഭാഗത്ത് നിർത്തിയാൽ മതി. ലൈറ്റ് വർക്കുകൾ, സ്റ്റിക്കർ വർക്ക് ഒക്കെ ഇവിടെ കിട്ടും. അങ്ങനെ ഏകദേശം പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഗ്ലാസ് കൊടുക്കണം, വീഡിങ് കൊടുക്കണം, ലൈറ്റുകൾ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണേ. തമിഴ്നാട്ടുകാർ ശരിയില്ല, ഒരു വാക്ക് സൊല്ലും മറുപടി വേല പണ്ണും അല്ലേ. ഇനി ഗ്ലാസ് ഡോർ കൊടുക്കണം. അപ്പോൾ നമ്മൾ പുതിയത് വെച്ചതാണ്. அடா அந்த பக்கம் டோரு கொஞ்சம் லூஸ் இருக்கு, கிட்டு 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 சவுண்டு வருது. മേസ്ത്രി കിட்ட சொன்னியானே. ഈ വീഡിയോ കൊടുക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഡോർമൽ ആദ്യം ഗ്ലാസ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഗ്ലാസ് ഡോറാക്കി. അപ്പോൾ അത് ഫിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻ ഗ്ലാസ് ഫിറ്റാക്കണം. ഇപ്പോൾ ഇവിടെ 4 ഐറ്റം പണിക്കാരുണ്ട്. ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഗ്ലാസ് വർക്കർ ഉണ്ട്, വീഡിങ്ങിൻ്റെ വർക്കർ ഉണ്ട്. ഓരോന്നിനും ഓരോ പണിക്കാരാണ്. ഇലക്ട്രീഷ്യന്മാരവിടെ ഉള്ളിൽ ഇപ്പം ഗ്ലാസിൻ്റെ പണിക്കാരാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ പണിക്കാർ ഇവിടെ വരും. വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയാൽ മതി. ഇനി ഗ്ലാസ് കൊടുക്കാനുണ്ട്, ഡോർ ഗ്ലാസ് കൊടുക്കാനുണ്ട്. ലൈറ്റിൻ്റെ പണികൾ ഏകദേശം 90% കഴിഞ്ഞു. ഇനി നമുക്കൊരു 10-50 ലൈറ്റ് കൊടുക്കാണ്ട്. അത് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് കൊടുക്കാനുള്ളത്. അത് വെച്ചാൽ ബ്രേക്ക് കിട്ടൂല. അത് ഈ വള്ളി ലൈറ്റ്, മൾട്ടി ലൈറ്റൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ നാളെ വന്നപ്പോൾ ചേസ് കാട്ടി തന്നൊരു വണ്ടിയാണത്. കണ്ണൂർ ഇരിട്ടി ആജിയര വണ്ടിയാണത്. ഇരിട്ടി ആജിയര പുതിയ വണ്ടിയാണ്. ജാസിപ്പ് വരും. നമ്മളെ ഈ AC പൂന എക്സ്പ്രസ് ഒക്കെ ഒഴിവാക്കേണ്ടി വരുമോ? ബ്രേക്കിനെ പൂന എക്സ്പ്രസ് AC പ്രശ്നമാകുമോന്ന് ചോദിക്കാം. അങ്ങനെ ഗ്ലാസ് കൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ഗ്ലാസ് കൊടുക്കാണ്. നമ്മുടെ നാട്ടിൽ 3 ആളാണ് ഗ്ലാസ് കൊടുക്കാൻ. ഇവിടെ അപ്പുറത്ത് പണി നടക്കണോണ്ടാണ് ഇവർ 2 ആൾ കയറി, ഇല്ലെങ്കിൽ ഒരാളെ കയറുള്ളൂ. അവിടെ ഡ്രില്ല് ചെയ്യണോണ്ട് ഇവിടെ തരിച്ചാണ്. അപ്പോൾ ഒരാൾ പിടിച്ചാൽ കയറിയതാണ്. ഒരാൾ മതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 ആൾ 3 ആൾ മെയിൻ ഗ്ലാസ് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തൃച്ചങ്കോടത്തെ പണി. ഒരു സൈറ്റിൽ ഒരേ ടൈമിൽ ഒരുപാട് പണി നടക്കും. അപ്പോൾ അവിടെ ഇലക്ട്രീഷ്യൻ പണി നടക്കണേ, ഇവിടെ ഗ്രില്ലിൻ്റെ പണി നടക്കണേ, ഗ്ലാസിൻ്റെ പണി നടക്കണേ, ഡോറിൻ്റെ പണി നടക്കണേ. 4 സെറ്റ് പണിക്കാരാണ് ഇപ്പോൾ അവിടെ. ഏതേ ഇങ്ങനെയൊക്കെയായിട്ട് അതിൻ്റെ പരിപാടികൾ
നമുക്കിപ്പോൾ അറിയാത്തവർക്ക് കുട്ടരായിട്ട് അറിയാം. അവർക്ക് ഇപ്പോൾ ഒരു നമ്മളെ തെറി കൊണ്ടൊരു അഭിഷേകം കേൾക്കാറോ അത് വേറെ നോക്കണ്ട. പറയുന്നവർക്ക് പറയാം, തെറി പറയുന്നവർക്ക് പറയാം, അത് അവരുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം അതല്ല. നമ്മുടെ സംസ്കാരം പൊട്ടിച്ചിട്ടുള്ള പരിചയമുള്ളൂ, തെറി പറയലില്ല. നമ്മളത് എങ്ങനെയാ വെച്ചാൽ വെട്ടൊന്ന് തുണ്ടന്നുണ്ട്, അതാണ് നമ്മളെ സംസ്കാരം. അതിൽ തീരുമാനമാക്കുമല്ലോ. ഗ്ലാസ് ഫീഡിങ്ങിന് അളവെടുക്കുകയാണ്. അപ്പോൾ ഈ ഫീഡിങ് കൊടുക്കി, ഈ ഗ്ലാസ് പെട്ടെന്ന് കൊടുക്കി, ഈ മെയിൻ ഗ്ലാസ്സുകളൊക്കെ കൊടുക്കാണ്ട് അതൊക്കെ ടെക്കിന് നമ്മുടെ നാട്ടിലാണെങ്കിൽ 4 ദിവസമാണിത്. ഇവർക്കൊക്കെ ഒരു 1/2 മണിക്കൂർ മതി. നമ്മുടെ നാട്ടിൽ ഒരു 3 ആൾ ഗ്ലാസ് പിടിച്ചെടുക്കാൻ വേണം, 2 ആൾ ഫീഡിങ് ലോക്ക് ഇടാൻ വേണം. ഇതുപോലെ ഒറ്റക്കാണ്, ഒരാളും തൊട്ടെടുക്കണ്ട. മെയിൻ ഗ്ലാസ് ആയാലും ഏത് ഗ്ലാസ് ആയാലും ടെക്കിന് പരിപാടി വെച്ചു. ഇങ്ങനത്തെ പണിക്കൊക്കെയാണ് നമ്മൾ അണ്ണന്മാരെ സ്തുതിക്കേണ്ടത്. ലോറി പണിക്കാർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. 2 ദിവസം കൊണ്ട് എടുക്കുന്ന പണി 1/2 മണിക്കൂർ കൊണ്ട് ഇവിടെ കഴിച്ചു. ഇതൊക്കെ ഓരോരോ എക്സ്പീരിയൻസാണ്, അതൊക്കെയാണ് ഉള്ളത്.